Hello guys, welcome back to my channel. It's me Aleena. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഇന്ന് ഒരു സ്ക്രബ് ആണ്. നിങ്ങൾക്ക് ഫേസ് ഭയങ്കര ഡൾ ആണെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് ഇല്ല, ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആയിപ്പോയി, കുറച്ച് ബ്ലെമിഷസ് ഒക്കെ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് വീക്ക്ലി ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രബാണ് ഇത്. പഴം വെച്ചിട്ടുള്ള ഒരു സ്ക്രബാണ്. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചെറുപഴമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം വേണമെങ്കിൽ എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നത് ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ഡീഹൈഡ്രേറ്റ് സ്കിൻ ആണെങ്കിൽ റോബസ്റ്റ് പഴം ഒക്കെ അടിപൊളിയാണ്. ഇത് ഹെയറിലിട്ടാലും നല്ലതാണ്, നല്ല മോയ്സ്ചറൈസിങ് കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ആദ്യം തന്നെ പഴം എടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇത് നല്ലോണം ഉടച്ചെടുക്കണം. ആദ്യം തന്നെ ഒന്ന് ബൗളിലിടാം, എന്നിട്ട് നല്ലോണം ഉടയ്ക്കാം. ഇത് നല്ല ബ്ലെമിഷസ് ഒക്കെ നല്ലോണം പോവും ഇത് ചെയ്താൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ടെർമറിക് ഇടാം. ടെർമറിക് അലർജി ഇല്ലാത്തവർക്ക്. എനിക്ക് കുറച്ച് അലർജി ഉണ്ട് ടെർമറിക്കിനോട്, അതുകൊണ്ടാണ് ഞാൻ ടെർമറിക് ഇടാത്തത്. നല്ലോണം ഇതുപോലെ ഇത് ഉടച്ചെടുക്കണം. വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന്, ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ കഴുകേണ്ടി വരില്ലേ വെറുതെ എന്തിനത്. അപ്പം ഇങ്ങനെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. നമുക്ക് സ്ക്രബിൽ കുറച്ച് ഗ്രാനുവൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര. ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രബിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നാലേ ഷുഗർ ഒന്ന് അലിയുള്ളൂ. അലിയുമ്പോൾ അതിൻ്റെ സൈസ് ചെറുതാവും. അപ്പം നമ്മുടെ സ്കിന്നിലേക്ക് ഭയങ്കര ഹാർഷ് ആവില്ല ഈ സ്ക്രബ്. ഇത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ബേസിക്കലി നമ്മുടെ ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ കുറേ ഡെഡ് സെൽസ് ഉണ്ട്. നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ ഈ ഡെഡ് സെൽസ് ഒക്കെ പോയിട്ട് ഇതിൻ്റെ ജ്യൂസും ഇതൊക്കെ പെനിട്രേറ്റ് ആയിട്ട് നല്ലോണം ഗ്ലോയിങ്ങും ഷൈനിങ് ഹൈഡ്രേറ്റും ബ്രൈറ്റനിങ് ഒക്കെ ആക്കിയെടുക്കും. നിങ്ങൾക്കിപ്പോൾ പഴം പറ്റില്ലെങ്കിൽ ചിലവർക്ക് കുറേ ഇൻഗ്രീഡിയൻസിനോട് അലർജി ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാം വീഡിയോ പറയുന്ന പോലെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഇവിടെ ആയിട്ടൊന്ന് ഇട്ട് നോക്കാം. ഒന്ന് പാച്ച് ടെസ്റ്റ് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ റെഡ്നെസ്സോ ഒക്കെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അടുത്തത് ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഞാൻ എടുക്കുന്നത് ബ്രാഗിൻ്റെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം. ഈ ബ്രാൻഡ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ആപ്പിൾ സൈഡർ വിനീഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളീൻ്റെ നീര് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ആപ്പിൾ സൈഡർ വിനീഗർ നല്ലതാണ്. ബ്ലെമിഷസിനെ കുറയ്ക്കാനും ആക്നേസിനൊക്കെ കളയാനും ബെസ്റ്റാണ് ആപ്പിൾ സൈഡർ വിനീഗർ. അപ്പം ഞാനിതിൽ ഒരു ചെറിയ ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഷുഗർ ഇഷ്ടമല്ലെങ്കിൽ, നിങ്ങളുടെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണെങ്കിൽ ഷുഗറിന് പകരം അരിപ്പൊടി ഉപയോഗിക്കുക. അപ്പോൾ അത് ഭയങ്കര ഹാർഷായിരിക്കില്ല. ഈ ഷുഗറിൻ്റെ ഗ്രാനുവൽസ് ഭയങ്കര വലുതാണ്. അപ്പോൾ അരിപ്പൊടി ഉപയോഗിക്കാം. അരിപ്പൊടി അല്ലെങ്കിൽ കടലപ്പൊടി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടിയും സ്യൂട്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് എന്താണ് സ്യൂട്ടാവാൻ. അപ്പോൾ അതനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അപ്പം നമുക്കിത് ക്ലെൻസ്ഡ് ആയോ, ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കണ കാരണം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തതാണ്. അപ്പം അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പഴത്തിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്യണമെങ്കിൽ കണ്ടില്ലേ നല്ലൊരു ഷൈനിനെസ്സും ഗ്ലോയിങ് ആയിട്ടുള്ളൊരു സ്കിൻ കിട്ടും. ഇത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് ഫേസിൽ നിങ്ങൾ എപ്പോഴും ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടുപഴമൊക്കെ കഴിക്കുമ്പോൾ പഴത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവില്ല. ഇത് വെറുതെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇങ്ങനെ സർക്കുലർലി ആയിട്ട് നല്ലതായിട്ട് ഒരു ഗ്ലോയിങ് സ്കിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടും. 2-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതൊരു ടിപ്പാണ്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ നിങ്ങളത് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ക്ലെൻസ്ഡ് ആയ ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. ഇങ്ങനെ എടുക്കാനിട്ട് നമുക്ക് സർക്കുലർലി ഓരോ സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പഴുത്തിട്ടുള്ള ആക്നേസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, കുറച്ച് വലിയ ആക്നേസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം. കാരണം കുരു പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുരു പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാട് വരും. പിന്നെ അതിൽ നിന്നുള്ള ജ്യൂസസൊക്കെ ഇവിടെയൊക്കെ വന്ന് വീണ ആ ഭാഗത്തൊക്കെ കുരു വരും. അപ്പം അതൊക്കെ ഒന്ന് നോക്കാം. എല്ലായിടത്തും ഫേസിൽ അപ്ലൈ ചെയ്യുക. കഴുത്തിലും അപ്ലൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ കുറച്ചും കൂടി കഴുത്തിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യണം.
നല്ലോണം അപ്ലൈ ചെയ്യുക. ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവും, അപ്പം മൂക്കുമ്മയൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യുക. ലിപ്സിനും അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും അപ്ലൈ ചെയ്യണം നല്ലോണം. വന്നിട്ട് ഈ ഒരു സർക്കുലർ മോഷനിൽ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ലോണം ഇടുക. ഈ ഡീപ്പ് എഫക്റ്റിനും നല്ലതാണ്, പിന്നെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇനി നമുക്ക് മസാജ് ചെയ്യാം. ഇപ്പുറത്തെ കയ്യിലും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലൊക്കെ പിഗ്മെന്റേഷൻ ഉള്ളവരാണെങ്കിൽ നല്ലോണം ഈ ലിപ്സിൻ്റെ ഇവിടെയൊക്കെ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം നിങ്ങളുടെ സ്കിൻ ഗ്ലോയിങ് ആക്കും. ഇത് തിന്നാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ലോണം അപ്ലൈ ചെയ്യുക. ഇത് ചെയ്യണതിന് മുന്നും ചൂട് വെള്ളത്തിൽ ഒരു തുണി ഇട്ടിട്ട് മുഖത്ത് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പോഴ്സ്, മുഖത്തെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് ഇത് നല്ലോണം സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ആവും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫേസ് ചെയ്ത് പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇത് വ്രിങ്കിൾസ് കളയും, ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിൽ കളയും, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഏജിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ് ഈ ഒരു ബനാന. ഇതിൽ പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം, വിറ്റാമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ട്. നല്ലൊരു ഈ ബനാന നമ്മൾ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് സ്കിന്നിന് വേണ്ടി. നമ്മൾ സ്കിന്നിൻ്റെ മേലെ മാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കഴിക്കുകയും ചെയ്യണം. നല്ല നല്ല ഫുഡ്സും മിനറൽസും വിറ്റാമിൻസും എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ്സും നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഈ ബനാനയൊക്കെ നല്ല പൊട്ടാസ്യവും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നിങ്ങളപ്പോൾ ഒരു പഴം വെച്ച് എല്ലാ ദിവസവും കഴിക്കാനും നോക്കാം. ഇനി അപ്സൈഡ് മോഷനിൽ ഒന്ന് നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാഗി ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ മസാജ് ചെയ്ത് നമുക്കത് സെറ്റാക്കാൻ പറ്റും. കൊളാജനും ഇലാജനും ബൂസ്റ്റ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഫ്ലോ, ഓക്സിജൻ റിലീസ് ആവും, ഫ്രഷ് ഓക്സിജൻ സ്കിന്നിലേക്ക്. അപ്പം തന്നെ സ്കിൻ നല്ലോണം ഗ്ലോയിങ് ആവും. ഇത് എന്നിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ഷുഗറിൻ്റെ ഇത് അലിഞ്ഞു പോയിന്ന്. അപ്പോൾ പിന്നെയും കുറച്ച് ഈ ഒരു പഞ്ചസാര നമ്മളിവിടെ സൈഡിൽ വെക്കാൻ, എന്നിട്ട് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെയും ഇങ്ങനെ സ്ക്രബിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കണ്ണിൻ്റെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അധികം സ്ക്രബ് ചെയ്യരുത് നല്ലോണം, കാരണം അവിടത്തേക്ക് ഭയങ്കര സോഫ്റ്റ് ആയ സ്കിന്നാണ്. അപ്പോൾ ഹാർഷായ ചെറിയ ചെറിയ കട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും അതവിടെ ഉണ്ടാവും. ഒരു ആൻറ്റി ഏജിങ് സ്ക്രബ് തന്നെയാണ് ഇത്. നല്ലോണം വ്രിങ്കിൾസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും, ഡാർക്ക് സർക്കിൾസ്, പിഗ്മെൻറ്റേഷൻ എല്ലാത്തിനെയും മാറ്റും. ഇത് വീക്ക്ലി ഒരു വൺസ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സ്കിന്നിൽ ചെറിയ ചെറിയ കട്ട്സ് വരും, നമുക്ക് കാണാൻ പറ്റുന്നത്. എപ്പോഴും സ്ക്രബ് ചെയ്യണമെങ്കിൽ അത് നല്ലതല്ല. നമ്മളൊരു കാര്യം ഓവറായിട്ട് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് ചെയ്താൽ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടാൻ നമുക്ക് നമ്മുടെ സ്കിൻ നശിച്ചു പോകും, ഭയങ്കരമായിട്ട് ഡ്രൈയിങ് ആവും ചിലപ്പോൾ. അപ്പം ഇനി ഇത് ചെയ്തതിന് ശേഷം നല്ലോണം ഈ സ്ക്രബ് തേച്ചതിന് ശേഷം നമുക്കൊരു 5 to 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് സ്കിന്നിലേക്ക് പെനട്രേറ്റ് ആവാൻ വേണ്ടി. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്താളെ അത് മതി. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് സെറ്റായി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഡ്രൈ ആവണമെന്ന് ഫീൽ ചെയ്യുമ്പോൾ നമുക്കിത് വാഷ് ചെയ്താൽ. അപ്പം ഞാനിത് ഡ്രൈ ആയിട്ട് വാഷൊക്കെ ചെയ്ത് വന്നു. കണ്ട സ്ക്രബ് അടിപൊളി സ്ക്രബാട്ടാ, നല്ലോണം ഗ്ലോയിങ് ആയിട്ടുണ്ട്. ചീക്സ് ഒക്കെ നാച്ചുറൽ ഗ്ലോ, നെറ്റിയിലൊക്കെ ഉണ്ട്. നിങ്ങളപ്പോൾ ഈ സ്ക്രബ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിനും നല്ലതാണ്, ആൻറ്റി ഏജിങ്ങിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഈ പഴം വെച്ചിട്ടുള്ള സ്ക്രബ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പം ഉണ്ടല്ലോ ഈ ബാക്കി വന്ന സ്ക്രബ് കളയേണ്ട ആവശ്യമില്ല. ഇത് കയ്യിലും കാലിലൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആയിരിക്കും. കൈയും കാലൊക്കെ നല്ലോണം ഹൈഡ്രേറ്റ് ആവും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഈ ഒരു ബനാന സ്ക്രബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.